നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം സർ. ഞാൻ നിങ്ങളെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നല്ല, പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അപ്പോ താൻ ബാലൻസ് വാങ്ങിയിട്ട് ഓട്ടോയിൽ പോകാനാണ് പ്ലാൻ അല്ലേ? അതെ സർ. വീടിന് തൊട്ടിപ്പുറം വരെ എത്താൻ മീറ്ററിൽ 40 രൂപയാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഓട്ടോറിക്ഷയിൽ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. എന്നിട്ട് ഓട്ടോക്കാരന്റെ കയ്യിൽ നിന്ന് ബാലൻസ് ഞാൻ വാങ്ങിക്കോളാം. എന്തു പറയുന്നു? താനെന്തൊന്നും പറയാത്തത്? എന്റെ വീട് വരെ വരുന്നതില് സാറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തായാലും ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, എനിക്കൊരു ടൈം പാസും ആവും. എന്നാ പോവാം സർ. എന്നാ പോവാം, പാടും. ഗൗതമിന്റെ കൂടെ പോയതാരാ? ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഏതോ ഒരു ലോ ക്ലാസ് ആണെന്ന് തോന്നുന്നല്ലോ. അത് പിന്നെ അവന്റെ കൂടെ പഠിച്ച ആരോ. സ്ട്രേഞ്ചേഴ്സ് ഈ വീട്ടിൽ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ? സ്ട്രേഞ്ചർ അല്ല, ഗൗതമിനെ അറിയാവുന്ന പെൺകുട്ടിയാ. ഗൗതമിന്റെ കൂടെ ആര് വരണം പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ വസുന്ധരയാ. അവന്റെ ഫ്രണ്ട്സ് സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം. ആ കുട്ടിയെ കണ്ടിട്ട് സ്റ്റാറ്റസ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതെ, സ്വന്തം നിലവാരം വെച്ച് അളക്കുന്നത് കൊണ്ടായിരിക്കും. ആ കുട്ടിയെ കണ്ടപ്പോ എന്തുകൊണ്ടോ ഞാൻ ആലോചിച്ചത് അവൾക്ക് മാംഗല്യബലം ഉണ്ടായിരിക്കുമെന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ഗൗതമിന് ചേരുമായിരുന്നു. പക്ഷേ ഡ്രസ് വെച്ച് വസുന്ധര സ്റ്റാറ്റസ് അളന്നു. ഈശ്വര, ഗൗതമിന് വിധിച്ച പെൺകുട്ടിയെ എത്രയും വേഗം ഒന്നും കാട്ടിത്തരണേ. ആദ്യമായിട്ടാണ് ഓട്ടോയിൽ കയറുന്നത്? അതെ. വീഴാതെ കമ്പിയിൽ പിടിച്ചിരിക്കണം, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. സോറി. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യണം, എന്നാലേ ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാരുടെ ജീവിതം പഠിക്കാൻ പറ്റൂ. ശരി മാഡം, ഇനി ഞാനേ ഇടയ്ക്കിടയ്ക്ക് കയറിക്കോളാം. സാറിന്റെ കളിയാക്കിയതാണോ? അപ്പൊ അത് മനസ്സിലായില്ലേ? എടോ, ഓട്ടോയിൽ കയറുന്നത് വലിയ കുറച്ചിലാണെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. ആവശ്യം വന്നില്ല എന്ന് മാത്രം. എന്നാലും ഇതിന്റെ ഈ സീറ്റൊക്കെ ഭയങ്കര ഹാർഡാണ് കേട്ടോ. അത് ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് തോന്നുന്നതാ. ശീലമായ പിന്നെ ശരിയായിക്കോളും. ശരി ചേട്ടാ, ഗാന്ധി കോളനി വഴി പോയാൽ മതി കേട്ടോ. അതിലേ പോയാൽ 40 രൂപയ്ക്ക് ഓട്ടം നിൽക്കും, അല്ലെങ്കിൽ 60 രൂപയാവും. കോളനി വഴി മുഴുവൻ കുണ്ടും കുഴിയാ, നടുവിന് നട്ടും പോൾട്ടുകളാവും. അയ്യോ, എനിക്ക് ആ വഴി പോകണ്ട. എനിക്ക് ആ വഴി പോയേ പറ്റൂ. ഓട്ടോയ്ക്ക് കൊടുക്കാൻ 40 രൂപ എന്റെ കയ്യിലുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങളെ അന്വേഷിച്ച് നടന്ന് എന്റെ ബഡ്ജറ്റ് മൊത്തം പോയി. നല്ല വഴി കൂടെ പോവാം, 50 രൂപ തന്നാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ ചേട്ടാ? 10 രൂപയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട്. 10 വീടുകളിൽ പാല് വിറ്റാലേ എനിക്ക് 10 രൂപ കിട്ടൂ. സാറേ, ഇതിനെങ്ങനെ സഹിക്കുന്നു സാറേ? എന്നെ സഹിക്കാനേ, ഇദ്ദേഹം എന്റെ ഭർത്താവൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സാ അല്ലേ? അതെ 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 അതെ, വി ആർ സ്ട്രേഞ്ചേഴ്സ്. അതെന്റെ ഭാഗ്യം. അല്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അസുഖമൊക്കെ മാറിയോ?
എന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് സാർ എങ്ങനെ അറിഞ്ഞു? അല്ല അന്ന് മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് കണ്ടപ്പോ പറയുന്നത് കേട്ടു അസുഖമാണെന്ന്. അസുഖമൊക്കെ മാറിയോ? അതങ്ങനെ മാറില്ല സർ. വലിവിന്റെ പ്രശ്നമുണ്ട്. ഓ, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരും. അല്ല, സാറിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? താൻ നേരിട്ട് കണ്ടതല്ലേ, എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഇല്ല, സാറിന്റെ അമ്മ സുന്ദരിയാണ് കേട്ടോ. ആ, അത് പിന്നെ അല്ലാതിരിക്കുവോ? എന്റെ സൗന്ദര്യ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിലേ സാറിനെ പോലെ ഒരു സൗന്ദര്യവും കാണില്ലായിരുന്നു. അയ്യോ സോറി സർ, ഞാൻ അങ്ങനെ തമാശ പറയാൻ പാടില്ലായിരുന്നു. ഐ എം എക്സ്ട്രീംലി സോറി. ചേട്ടാ, ദേ വണ്ടി ഇവിടെ നിർത്തിക്കോ. എത്തിയോ? ആടി, പിന്നെ ഞാൻ പോരുന്നു. എന്റെ അമ്മയൊന്നും പറയണ്ട. ഞാൻ വിളിക്കാവേ. ഇവളോ? ഇവിടാണോ വീട്? വീട് കുറച്ചപ്പുറത്താ. മീറ്ററിൽ 40 രൂപയ്ക്കുള്ള ഓട്ടോ ആയി. അതുകൊണ്ടാ ഇവിടെ നിർത്താൻ പറഞ്ഞത്. അത് സാരമില്ല, കാശ് കൂടുതലായാലും ഞാൻ കൊടുത്തോളാം. താൻ കേറ്. കേറ്. ഹലോ സർ, എനിക്ക് ആരുടെ സൗജന്യം ആവശ്യമില്ല. ഓ, അതുകൊണ്ടാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണക്ക് തീർത്തത്. മനസ്സിലായോ? ഓ, മനസ്സിലായേ. ഇവൾക്ക് ഇങ്ങനെ ഗൗതവുമായി പരിചയം? ഇഷ്ടം പോലെ കാറുകൾ സ്വന്തമായിട്ടുള്ള ഗൗതം എന്തിനാ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്? ഞാൻ പണയം വെച്ച വാച്ച് സാറിന്റെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചെടുത്തപ്പോ നമ്മൾ തമ്മിൽ ഒരു 40 രൂപയുടെ കടം ഉണ്ടായിരുന്നു. ഓട്ടോക്കാരന് 40 രൂപ കൊടുത്തപ്പോ നമ്മൾ തമ്മിലുള്ള എല്ലാ കടവും തീർന്നു. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അതെ, ഞാൻ ആരോ ഒരാൾ, താൻ വേറെ ആരോ ഒരാൾ. വി ആർ സ്ട്രേഞ്ചേഴ്സ്. കറക്റ്റ്. അപ്പൊ പോവാണോ? നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിൻ നിതാ മിന്നി എന്നിലാകെ. എന്തിനാ എന്നെ പിടിച്ചത്? ആഹാ, പിന്നെന്താ, താൻ വീഴുമ്പോ ഞാൻ കണ്ടു നിന്ന് ചിരിക്കണമായിരുന്നു. ആപത്തിപ്പെടുന്നവരെ സഹായിക്കുന്നത് എന്റെ ഒരു പോളിസിയാണ്. ഞാൻ വീഴൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ടു. ശരി ശരി, സാർ പൊയ്ക്കോ. നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. രാവ് പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ? അമ്മേ, 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 എന്തിനടി കിടന്ന് ബഹളം വെക്കുന്നേ? നടന്ന കാര്യം അറിഞ്ഞ അമ്മ എന്നെക്കാളും ബഹളം വെക്കും. നീ കാര്യം പറ. ഞാൻ മുമ്പ് സെൽഫി എടുത്ത ഗൗതം മേനോനില്ലേ, അയാളുടെ കൂടെ ഇന്ന് നിധി വന്നിറങ്ങിയത്. നമ്മുടെ വീടിന് മുൻപിലെ റോഡില്ലേ, അവരുടെ റൊമാൻസ് ആയിരുന്നു. കണ്ട തൊലി ഉരിഞ്ഞു പോവും. അമ്മ ഇത് കണ്ടോ? നോക്ക്.